നമുക്കെതിരെയുള്ള ഗൂഢമായ ആലോചനകളെ കർത്താവ് തകർത്തു കളയും. ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയപരിധികൾക്ക് മുൻപേ നമ്മെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. യേശുവിനെതിരെ ചേവകരുടെ സംഘത്തെ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരുടെയും സംഘം, പരീശന്മാരുടെ സംഘം യേശുവിനെ പിടിക്കുവാൻ വേണ്ടി ചേവകരെ വിട്ടു എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ പല ഇടങ്ങളിലും യേശു കർത്താവ് തന്നിൽ ഏൽപ്പിച്ച ദൗത്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പിടിക്കുവാൻ വേണ്ടിയും കൊണ്ടുപോകുവാൻ വേണ്ടിയും ഒക്കെ ആളുകൾ പലപ്പോഴും യേശുവിനെ അപ്രോച്ച് ചെയ്തു എന്ന് നമുക്കറിയില്ല. അപ്പോഴെല്ലാം യേശു കർത്താവ് അതിനെ നേരിട്ടത് സാധാരണക്കാരിൽ സാധാരണക്കാരനെ പോലെ സംസാരിച്ച് തന്റെ സംസാര ശൈലി കൊണ്ടാണ് അതിനെ ജയിച്ചത്. ഒരു പ്രാവശ്യം പറഞ്ഞത് എങ്ങനെയാണ്? ആ കുറുക്കനോട് പോയി പറ എന്നാണ്. ഞാൻ ഇവിടെ പ്രസംഗിക്കും എന്ന് തന്നെയാണ്. മേലിൽ നിന്ന് അധികാരം ലഭിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് എന്നെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നതാണ്. ഓർത്തു നോക്കി. അപ്പോൾ ഇതിനെയെല്ലാം യേശു കർത്താവ് ജയിച്ചത് തികച്ചും ഭയങ്കരമായ കോൺഫിഡന്റോട് കൂടെയാണ്. ആ കോൺഫിഡന്റിന്റെ പിന്നിലെ കാര്യം എന്താണ്? ഞാൻ വന്നത് മനുഷ്യന്റെ ഇച്ഛയാലല്ല, എന്റെ പിതാവിന്റെ ഹിതം ചെയ്യുവാൻ വന്നിരിക്കുന്നു. നമ്മുടെ തലയിലുള്ള മുടി വരെ എണ്ണപ്പെട്ടിരിക്കുന്നു. അതിൽ ഒന്നുപോലും ദൈവമറിയാതെ നിലത്തു വീഴുന്നില്ല എന്നു വരെ പറയാൻ യേശു കർത്താവ് ധൈര്യം കാണിച്ചില്ലേ? മേലിൽ നിന്ന് അധികാരം ലഭിച്ചിട്ടല്ലാതെ നിങ്ങൾക്കാർക്കും എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് യേശു കർത്താവ് പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്? അങ്ങനെയെങ്കിൽ സംഘം ചേർന്ന് ഗ്രൂപ്പുകൾ കൂടി ദൈവിക ശുശ്രൂഷകൾക്കെതിരെ, ആത്മശുശ്രൂഷകൾക്കെതിരെ, ദൈവദാസന്മാർക്കെതിരെ, അവരിൽ ദൈവം കൊടുത്തിരിക്കുന്ന നിയോഗങ്ങൾക്കെതിരെ പലയിടങ്ങളിലും വട്ടം കൂടി അവരുടെ അസാന്നിധ്യത്തിൽ ഇരുന്നു കൊണ്ട് കുറ്റം പറഞ്ഞും അവർക്കെതിരെ ആലോചന നടത്തിയും അവരെ എങ്ങനെ ട്രാൻസ്ഫർ കൊടുക്കാമെന്ന് ചിന്തിച്ചും അവരുടെ ശുശ്രൂഷകളെ എങ്ങനെ തകർക്കാമെന്ന് ചിന്തിച്ചും നമ്മുടെ ഇടയിലൊക്കെ പലപ്പോഴും ദൈവകൃപകൾ പ്രാപിച്ച് പുറത്തു വരുന്ന ഒരു തലമുറയെ എത്ര ദൈവസഭ വളർത്തിയെടുക്കുന്നുണ്ട്? അതിനെ ഇല്ലാതെയാക്കാനല്ലേ പലപ്പോഴും ശ്രമിക്കാറുള്ളത്. അതിനെതിരെയുള്ള ഗൂഢമായ ആലോചനകൾ നടത്തുവാൻ പലപ്പോഴും നമ്മുടെ വേണ്ടപ്പെട്ട, നമ്മൾ അധികമായി സ്നേഹിക്കുന്ന പലവരും നമുക്കെതിരെ നിൽക്കുന്നു എന്നതാണ് പരമാർത്ഥ സത്യം. എന്നെ കേൾക്കുന്ന ദൈവജനത്തോട്, എന്നെ കേൾക്കുന്ന ആരെല്ലാം ഉണ്ടോ, നിങ്ങളോട് ഞാൻ ഒരു കാര്യം പറയട്ടെ. നമ്മൾ അവരെ വളർത്തിയെടുക്കുകയാണ് വേണ്ടത്. ഗൂഢമായ ആലോചനകൾ പ്രാർത്ഥിക്കുന്നവനെതിരെ, ആത്മിക ശുശ്രൂഷകൾ നടത്തുന്നവനെതിരെ ആരെടുക്കുന്നോ അവരുടെ തീരുമാനങ്ങളെ സ്വർഗം പൊളിച്ചു കളയും. കാരണം കർത്താവ് ആ ദൈവ പൈതലിന് അനുകൂലമായി നിൽക്കും എന്ന് നാം ഓരോരുത്തരും അറിയുക. അതിനാൽ ആരുടെയും അസാന്നിധ്യത്തിൽ അവർക്കെതിരെ ഗൂഢമായ ആലോചനകൾ നടത്തരുത്. നടത്തിക്കഴിയുമ്പോൾ അതിന്റെ വിപത്ത് ആര് നടത്തുന്നു അവർക്ക് എതിരെയായിരിക്കും. നോക്കുക, പഴയ നിയമം പഠിച്ചാലും പുതിയ നിയമം പഠിച്ചാലും ദൈവഭക്തന്മാർക്കെതിരെ നടത്തിയ ഗൂഢമായ ആലോചനകൾ എല്ലാം കർത്താവ് പൊളിച്ചു കളഞ്ഞിട്ടുണ്ട്. രാജ്യം, ദൈവമക്കൾ താമസിക്കുന്ന രാജ്യത്തിനെതിരെ അവർ ദോഷം നിരൂപിച്ച്
വളരെ ഗൂഢമായ ആലോചനകൾ രാജാവിന്റെ അരമനയ്ക്കകത്ത് ഒട്ടും ലീക്കാകാതെ തന്നെ അവർ ഉൾമുറിക്കകത്തു വെച്ചുകൊണ്ട് ആലോചനകൾ നടത്തുമ്പോൾ പ്രവാചകന്റെ പ്രാർത്ഥനാ മുറിക്കകത്ത് സ്വർഗം അത് വെളിപ്പെടുത്തി കൊടുത്തില്ലേ? സ്വർഗം അത് വെളിപ്പെടുത്തി കൊടുത്തില്ലേ? രാജാവ് രാത്രിവേളയിൽ കണ്ട സ്വപ്നം ആർക്കറിയാം? അദ്ദേഹം പോലും ഓർക്കുന്നില്ല. എന്നാൽ പ്രാർത്ഥിക്കുന്നവന് നിഗൂഢതകൾ നിറഞ്ഞ ആ രഹസ്യങ്ങളെ ദൈവം വെളിപ്പെടുത്തി കൊടുത്തില്ലേ? ഇനി എത്രയോ അനുഭവങ്ങളാണ് തിരുവെഴുത്തിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. അങ്ങനെയെങ്കിൽ നിങ്ങളോട് ദൈവാത്മാവ് ഇന്ന് രാത്രിവേളയിൽ പ്രവചനാത്മാവിൽ വിളിച്ചു പറയുന്നു, നിങ്ങൾക്കെതിരെ നടക്കുന്ന ഏതു ഗൂഢമായ ആലോചനയും സ്വർഗത്തിലെ ദൈവം പൊളിച്ചു കളയാൻ പോകുകയാണ്. അതിനെ ഇല്ലാതെയാക്കാൻ പോകുകയാണ്. ദൈവപ്രവൃത്തിയുടെ അസാധാരണമായ കരം നമുക്ക് വേണ്ടി വെളിപ്പെടാൻ പോകുകയാണ്. ആരോടൊക്കെയോ ദൈവാത്മാവ് രാത്രിവേളയിൽ സംസാരിക്കുന്നു. നിഗൂഢതകൾ നിറഞ്ഞതും ഗൂഢമായ ആലോചനകൾ നടത്തുന്നതും നിന്നെ തകർക്കുവാൻ, ഇല്ലാതെയാക്കാൻ, നശിപ്പിച്ചു കളയാൻ, നിന്റെ ഭാവിക്കെതിരെ ദുഷ്ടനായവൻ എയ്തുവിടുന്ന ഓരോ തീയമ്പുകളെയും, ഗൂഢമായ ആലോചനകളെ കർത്താവ് പൊളിച്ചു കളയുകയാണ്. ആർ നിനക്കെതിരെ പ്രാർത്ഥിക്കുന്നവരെതിരെ, ദൈവിക നിയോഗത്തിനെതിരെ, അഭിഷക്തർക്കെതിരെ ആര് ആലോചനകൾ നടത്തുന്നു, അങ്ങനെയുള്ളവനെ കർത്താവ് പരസ്യഘോരമാക്കും, പുരമുകളിൽ ഘോഷിക്കപ്പെടുന്ന അനുഭവങ്ങളാക്കി തീർക്കും. അതിനാൽ പ്രാർത്ഥനയോടുകൂടെ മുന്നേറാം. വലിയവ കർത്താവിന് പ്രതീക്ഷിക്കാം. കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യുവാൻ പോകുന്നു. ഗോഡ് ബ്ലസ് യു.